നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മണ്ണിൽ വേരുറപ്പിക്കാനായി BJP കഠിന പരിശ്രമത്തിലാണ്. ചെയ്യുന്നതൊന്നും അങ്ങ് ഏശുന്നില്ല എന്ന് വേണം പറയാൻ. അടിക്കടിയുള്ള മോദിയുടെ ദക്ഷിണേന്ത്യൻ സന്ദർശനം വലിയ കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ജനങ്ങൾ ഒരിക്കലും BJPയുടെ താമര വിരിയാൻ അനുവദിക്കില്ല എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായതാണ്. സർവേയിലടക്കം BJP അടപടലം തോൽക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മോദിയും കൂട്ടരും ട്രാക്കൊന്ന് മാറ്റിപ്പിടിച്ച് വർഗീയ വിദ്വേഷങ്ങളൊക്കെ പരത്തുന്നത്. മോദിക്ക് ഗ്യാരണ്ടി, മോദിക്ക് പരിവാർ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മോദി രാജ്യത്തുടനീളം ഓടി നടന്നിട്ടും പ്രത്യേകിച്ചൊരു നേട്ടവും പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിൽ അഴിച്ചുവിടുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയൊക്കെ വലിയ വിമർശനമാണ് മോദി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നിരിക്കുകയാണ്. മോദി ഗ്യാരണ്ടിയുടെ വാറന്റി കഴിഞ്ഞെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ മോദിക്ക് യാതൊരു വിധത്തിലുമുള്ള റോളില്ലെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. തെലങ്കാനയിൽ കോൺഗ്രസ് 17-ൽ 14 സീറ്റുകളും നേടുമെന്നും രേവന്ത് റെഡ്ഡി ഊന്നി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 220 സീറ്റിനപ്പുറം നേടില്ലെന്നും സംസ്ഥാനത്ത് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി പറയുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യ വളരെ വ്യത്യസ്തമാണ്. BJPയുടെ വൈകാരികമായ അജണ്ടയും രാഷ്ട്രീയ നീക്കങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് ഉത്തരേന്ത്യയിലുള്ളത്. തിരിച്ചറിവുള്ള ഈ വോട്ടർമാർ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് എന്നും രേവന്ത് റെഡ്ഡി പ്രതികരിച്ചു. അസദുദ്ദീൻ ഉവൈസിയുടെ RSS അണ്ണ എന്ന പരാമർശത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. ഉവൈസിയുടെ പാർട്ടിയായ AIMIMA BRSനാണ് പിന്തുണ നൽകുന്നത്. ഇത്തരം പരാമർശങ്ങൾ അതിന്റെ ഭാഗമായാണ് ഉടലെടുക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 4-ഉം കോൺഗ്രസിന് 3-ഉം BRSന് 9 സീറ്റുമാണ് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ വിജയം നേടിയ കോൺഗ്രസ് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അനുകൂലമാണെന്ന് പ്രതികരിക്കുന്നു. എന്തായാലും തെലങ്കാനയിൽ കോൺഗ്രസ് തന്നെ തൂത്തുവാരുമെന്നാണ് രേവന്ത് റെഡ്ഡിയുടെ പ്രവചനം. മോദിയുടെ ഗ്യാരണ്ടിയുടെ വാറന്റി കഴിഞ്ഞോ എന്നൊക്കെ ജൂൺ 4-ന് ജനവിധി വന്നാൽ അറിയാം.